السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെയും രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ മഹത്തായ വേദിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി അറിവാന്തനം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഭൂമോപരിതല സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വിദഗ്ധനാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തന്റെ ജീവിതത്തിൽ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറക് മുളച്ചു, രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസക്തമാണ്. കൂടുതൽ അറിവുകൾ തേടുന്നതിലൂടെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അറിവിന് അതിൻ്റെതായ മഹത്വം നൽകിയ മതമാണ് ഇസ്ലാം. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ എന്ന പ്രസക്തമായ ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവന്റെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും അവസ്ഥ പരിശോധിച്ചാൽ അറിവുള്ളവന്റെ അഭാവമായിരിക്കും അതിന് ഹേതുവായി നമുക്ക് ലഭിക്കുക. ചൈനക്ക് സംഭവിച്ചിരിക്കുന്നത് അതാണല്ലോ. വിദ്യ മനുഷ്യന്റെ കളഞ്ഞുപോയ സ്വത്താണ്. അത് എവിടെ കണ്ടാലും പിറക്കിയെടുക്കുക എന്ന അറിവിനെ മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിനോട് വെച്ചുകൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് അറിവാന്തനം എന്ന് സൂചിപ്പിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായ രണ്ട് സഹോദരന്മാരിൽ ഒരാൾ അറിവ് തേടുന്നവരും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി വരുമാനം കണ്ടെത്തുന്നവരുമായിരുന്നു. ഇദ്ദേഹം അറിവ് തേടുന്ന സഹോദരനെ പറ്റി പരാതി വരുന്ന സമയത്ത് അവനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലിയിൽ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് അറിവിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥനം സർവ്വതിനാൽ പ്രധാനം എന്ന ആത്മവാക്യം കണ്ടുപിടിക്കുന്നതിൽ എത്രയോ മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രസ്താവനകൾ തീർത്തും പ്രശംസനീയമാണ്. പക്ഷേ വർത്തമാന കാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്ന് അസാംസ്കാരിക വർത്തമാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മതബോധങ്ങൾ പറിച്ചെറിഞ്ഞും ധർമ്മപദങ്ങൾ വലിച്ചെറിഞ്ഞും നികൃഷ്ടമായ ഭാവി നവകലാലയ മുറ്റങ്ങളിൽ വളരുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യന് വേണ്ടത് ധാർമ്മിക വിദ്യയാണ്. ഇന്ന് ലോകത്ത് നിന്നും മാഞ്ഞു കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അത് തിരിച്ചെടുക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കേണ്ടത്. അറിവിലൂടെ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ്. എൻ്റെ ഈ വാക്കുകൾ അതിനുള്ള പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നടന്ന ക്വിസ് കോമ്പറ്റീഷൻ വിജയിയായ